ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിത് നൈറ്റി ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി മെറ്റീരിയൽ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. വേറെ എങ്ങനെ ഏറ്റുമാനൊരു ഹോൾസെയിൽ കടയുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ തവണ പോകുമ്പോഴും 12 വീതം മെറ്റീരിയൽ നമ്മൾ എടുത്തുകൊണ്ട് പോരുകയാണ്, അതിൽ കൂടുതൽ എടുക്കാറില്ല കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ നൈറ്റി മെറ്റീരിയലുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഒരേപോലത്തെ വേണമെന്നില്ല, പല കളറും പല ഷെയ്ഡും ഉള്ളത് ഏത് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്ന 12 മെറ്റീരിയൽ ഇതൊക്കെയാണ് കേട്ടോ. പലതും പല കളറിലും പല മോഡലിലും ഒക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഏറ്റുമാനൂർ സൈഡിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടുന്ന് പോയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് വേണേലും എടുക്കാം. അപ്പോൾ നമുക്ക് നൈറ്റി മെറ്റീരിയൽ തയ്ച്ച് കൊടുക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് എവിടെയാണെന്ന് കട പറഞ്ഞു തരാം കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതിയേ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം എടുത്ത് വെച്ചു. ഇതിൽ നമ്മൾ കുറേ വാട്സപ്പിൽ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് ഓർഡർ ആയി കേട്ടോ. അതിന് കുറച്ച് മാത്രമേ ഉള്ളൂ, ഓർഡർ ആവാത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്, പെട്ടെന്ന് അങ്ങനെ കളർ പോകുന്ന മെറ്റീരിയലൊന്നും അല്ല കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ വേറെയും കുറേയൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളൊരു ആഗ്രഹത്തിന് പുറത്ത് ഞങ്ങൾ ചുമ്മാ അത് എടുത്തുകൊണ്ട് വന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 തവണ സെയിലായി കഴിഞ്ഞപ്പോൾ അന്ന് മൂന്നാമത്തെ ഒരു തവണയും കൂടെ പോയേക്കാന്ന് കരുതി അങ്ങനെ പോയതാണ്. അപ്പോൾ ഇതും ഫുള്ള് സെയിലായി കഴിഞ്ഞ സാധനങ്ങളാണ്. ഇതിൽ 2 or 3 മാത്രമേ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എല്ലാത്തിൻ്റെയും ഉള്ളതൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതിലെല്ലാം പല മോഡലിലും പല രീതിക്കൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സിബൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഈ കാണുന്നത് ഒരു മോമോണ്ടോട്ടർ കോംബോ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നതാണ്. നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കസ്റ്റമറുടെ ഇഷ്ടാനുസരണം തന്നെ പോയി മെറ്റീരിയൽ ഒരു കളർ പറഞ്ഞിട്ട് നമ്മൾ അതനുസരിച്ച് പോയി മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇത് ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ച് ചെയ്തതാണ് കേട്ടോ. കാരണം ഈ ആളെ ഞാൻ കണ്ടിട്ടുമില്ല, ഈ കൊച്ചിനെയും കണ്ടിട്ടില്ല, നമ്മൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ തന്നൊരു മെഷർമെൻറ്റിൽ നമ്മൾ സ്കേർട്ടും ടോപ്പും തയ്ച്ച് കൊടുത്തതാണ്. പക്ഷേ എങ്ങനെയാവും എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, അത്യാവശ്യം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റാന്നിയിൽ കൊടുക്കേണ്ട സാധനമാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒന്ന് ബസ് കയറ്റി കൊടുത്ത് വിടാമോ എന്ന് ചോദിച്ചു. കാരണം കൊറിയർ ചെയ്യാനുള്ള സമയം ഇല്ലായിരുന്നു, പെട്ടെന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയത്. അപ്പോൾ കൊറിയർ അയക്കുമ്പോൾ അതനുസരിച്ച് ഡിലേ വരുന്നത് കൊണ്ട് തന്നെ നമ്മളത് അതങ്ങോട്ടുള്ള ബസ്സിൽ ഇവിടുന്ന് ആപ്പാഞ്ചിറയിൽ നിന്ന് കോട്ടയത്ത് പോയിട്ട് കോട്ടയത്ത് നമ്മളത് ഒരു ബസ്സിൽ കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ പോകാനൊന്നും അറിയത്തില്ല. പിന്നെ ഏകദേശമൊക്കെ ഞാൻ തപ്പി കണ്ടുപിടിച്ചൊക്കെ പോയി ബസ്സിൽ കൊടുത്തു വിട്ടിട്ട് തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. പിന്നെ അവരിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു, കൊച്ചിനും കറക്റ്റായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് കൊച്ചിനൊന്ന് ഷേപ്പ് അടിക്കേണ്ടി വന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ തയ്ച്ച് ദൂരേക്കൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് വല്ലാത്തൊരു ടെൻഷനാണ് കേട്ടോ. അവർക്ക് കറക്റ്റായി എന്ന് പറയുന്നത് വരെ ഒരു സമാധാനം ഇല്ലായിരിക്കും. അവരിട്ട് കറക്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ. വീട്ടിൽ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ടെൻഷനില്ല, കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഓൾട്ടർ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ ടെൻഷനാവുന്നത്. അപ്പോൾ ആ കൂടെ 2 നൈറ്റി ഫ്രോക്കും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി മസ്കറ്റിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നായിരുന്നു. ആ നാട്ടിൽ വന്ന സമയത്താണ് നമുക്ക് ഓർഡർ തന്നത്. അപ്പോൾ ആ കൂടെ 2 നൈറ്റി ഫ്രോക്കും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇതെല്ലാം മസ്കറ്റിലോട്ട് കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ. നൈറ്റി ഫ്രോക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കറക്റ്റ് പാകമായിരുന്നു. അങ്ങനെ ഇതെല്ലാം നമ്മൾ വേഗം തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ ബസ് കയറി കൊടുത്തു കേട്ടോ. അപ്പോൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് നമ്മളൊരു റാന്നി ബസ്സിൽ അവർ പറഞ്ഞ ബസ്സിൽ തന്നെ കയറ്റി കൊടുത്തു വിട്ടിട്ട് അതേ നിമിഷം തന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു. കാരണം അന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അവളുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ പോകുന്ന സമയം കൊണ്ട് അവൾ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സെയിം പാറ്റേണിൽ സെയിം തുണിയിൽ നമുക്ക് വേറൊരു ഓർഡറും കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊരു 1.5 വയസ്സുള്ളൊരു കൊച്ചിന് വേണ്ടിയിട്ടുള്ള 1.5 അല്ല കേട്ടോ, സോറി 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള പിക്ക് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ കുഞ്ഞിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അത് അവരെടുത്ത ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് കുറേ അയച്ചു തന്നായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മോമോണ്ടോട്ടർ കോംബോ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മളൊരു കുഞ്ഞി ഭാവിക്ക് വേണ്ടി ചെയ്ത് കൊടുത്ത. അളവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും നല്ല കറക്റ്റായിരുന്നു. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് നമുക്കത് അയച്ചു തന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആളിട്ടിട്ട് കാണാനായിട്ട്. അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് ആളെ ഇടിയിപ്പിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ.